മലയാള സിനിമയിൽ പോലീസ് കഥാപാത്രം പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് ആരുടേതാണ്? പലരും പറയുന്ന ഒരേ ഒരു പേരാണ് സുരേഷ് ഗോപി. ഒരു സാധാരണ നടനിൽ നിന്ന് മലയാള സിനിമയിലെ മാസ് സൂപ്പർ സ്റ്റാറായി സുരേഷ് ഗോപി എങ്ങനെ വളർന്നു? നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സുരേഷ് ഗോപി എങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ മാസ് ഹീറോകളിൽ ഒരാളായി മാറി എന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ യാത്രയും വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളും ഈ വീഡിയോയിൽ വിശദമായി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സുരേഷ് ഗോപിയുടെ സിനിമയിലെ തുടക്കം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. സുരേഷ് ഗോപി തൻ്റെ സിനിമാ ജീവിതം ചെറിയ കഥാപാത്രങ്ങളിലൂടെയാണ് ആരംഭിച്ചത്. ആദ്യകാലത്ത് നിരവധി സഹനടൻ വേഷങ്ങൾ ചെയ്തെങ്കിലും ഓരോ കഥാപാത്രത്തിലും തൻ്റെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതാണ് പിന്നീട് വലിയ അവസരങ്ങളിലേക്ക് വഴി തുറന്നത്. സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ മാറ്റം ശക്തമായ പോലീസ് കഥാപാത്രങ്ങളിലൂടെയായിരുന്നു. ഗൗരവമുള്ള ശബ്ദം, ആത്മവിശ്വാസമുള്ള ബോഡി ലാംഗ്വേജ്, ശക്തമായ ഡയലോഗ് ഡെലിവറി ഇവയെല്ലാം അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. സുരേഷ് ഗോപി അവതരിപ്പിച്ച നിരവധി പോലീസ് കഥാപാത്രങ്ങൾ ഇന്നും മലയാളികൾ ഓർക്കുന്നു. നീതി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ശക്തമായ അവതരണം പ്രേക്ഷകർ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ പല ഡയലോഗ്സും ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. സുരേഷ് ഗോപി മാസ് കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. വികാരഭരിതമായ കഥാപാത്രങ്ങളിലും കുടുംബകഥകളിലും സാമൂഹിക പ്രാധാന്യമുള്ള സിനിമകളിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇതാണ് അദ്ദേഹത്തെ ഒരു കംപ്ലീറ്റ് പെർഫോമറാക്കിയത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ അഭിനയം മാത്രമല്ല, ആത്മവിശ്വാസം, വ്യക്തിത്വം, പ്രേക്ഷകരുമായി ഉണ്ടാക്കിയ ബന്ധം ഇവയും സുരേഷ് ഗോപിയുടെ ജനപ്രീതിക്ക് വലിയ കാരണങ്ങളാണ്. പുതിയ തലമുറ നടന്മാർ എത്തിയിട്ടും സുരേഷ് ഗോപിക്ക് ഇന്നും വലിയ ആരാധക പിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവവും സ്ക്രീൻ പ്രസൻസും ഇന്നും സിനിമകളിൽ ശ്രദ്ധ നേടുന്നു. അതുകൊണ്ടാണ് ഓരോ പുതിയ സിനിമയും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ചെറിയ കഥാപാത്രങ്ങളിൽ നിന്ന് മലയാള സിനിമയിലെ മാസ് സൂപ്പർ സ്റ്റാറായി വളർന്ന സുരേഷ് ഗോപിയുടെ യാത്ര പരിശ്രമവും ആത്മവിശ്വാസവും വിജയത്തിലേക്ക് നയിക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് സുരേഷ് ഗോപിയുടെ സിനിമ ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള സിനിമാ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.